മനോഹരിയായ മാങ്കുളം. അതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിലെ വിശേഷങ്ങൾ. മാങ്കുളത്തെ അടിപൊളി വെള്ളച്ചാട്ടങ്ങളും ഓഫ് റോഡ് ഡ്രൈവും അതുപോലെ തന്നെ ആനക്കുളത്തെ ആനക്കൂട്ടങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇന്ന് ഇവിടെ ഞാൻ കാണിക്കുന്നത്. വീഡിയോയുടെ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് കാണുക. മാങ്കുളം ഡിവിഷനിലെ ലക്ഷ്മി എസ്റ്റേറ്റിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ട്രെക്കിങ്ങിനുള്ള ജീപ്പ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ട്രെക്കിംഗ് ആരംഭിക്കാം. മാങ്കുളം ടൗണിന് ഏകദേശം ഒരു 5 കിലോമീറ്ററിന് അടുത്ത് കിടക്കുന്ന നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് ടൈഗർ കേവ്. പ്രവേശന ഫീസ് വെറും 60 രൂപ മാത്രമാണ് ഉള്ളത്. വനമേഖലയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് നല്ലൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് കുത്തിയൊലിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ കാണാം. ഫോറസ്റ്റിനകത്തേക്ക് ഒരു 300 മീറ്ററോളം ട്രക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൈഗർ കേവിന്റെ എൻട്രി പോയിന്റിലേക്ക് എത്തുന്നത്. ആനയും കാട്ടുപോത്തും പുലിയും എല്ലാം ഉള്ള ഒരു വനമേഖലയിലാണ് നമ്മളിപ്പോൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2018 പ്രളയത്തിന് മുമ്പ് വരെ ഇവിടെ ടൈഗറിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ഗാർഡ് പറഞ്ഞത്. ഈ ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി വേണം നമുക്ക് ടൈഗറിന്റെ വാസസ്ഥലം കാണാൻ. കുറച്ച് റിസ്ക് ആയിട്ടുള്ള വഴിയാണെന്നുണ്ടെങ്കിലും നമ്മളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫോറസ്റ്റ് ഗാർഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇടുങ്ങിയതും ഇരുട്ട് നിറഞ്ഞതുമായ ഈ ടൈഗർ കേവ് നമ്മളെ ചെറുതായിട്ടൊന്ന് ഭയപ്പെടുത്തുമെങ്കിലും അത്യാവശ്യം നല്ല കൂളിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇത്. ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ സ്റ്റുഡിയോയിൽ എടുക്കുന്ന അതേ ക്ലാരിറ്റിയിൽ ഈ ലൈറ്റിൽ നമുക്ക് നല്ലൊരു ചിത്രം എടുക്കാമെന്നാണ് ഇവിടെ ഗാർഡ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. ടൈഗർ കേവിന്റെ അമ്പരപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. സിപ്ലൈൻ പ്രോജക്റ്റിന്റെ ടവറാണ് ഈ കാണുന്നത്. ഇനിയും പ്രവർത്തനക്ഷമമായിട്ടില്ല. ഇത് കൺസ്ട്രക്ഷനിലാണ് ഇപ്പോഴും തുടരുന്നത്. ഇനി അതിശയിപ്പിക്കുന്ന ഒരു പാറ കാണാം. ഇതാണ് കവളപ്പാറ. ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. മാങ്കുളത്തുള്ള സെന്റ് ജോർജ് പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ മലക്കയറ്റം ആരംഭിക്കുകയാണ് കേട്ടോ. അടിപൊളി ഒരു റിവർ ക്രോസിംഗ് ആണ് ഇനി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വെള്ളം കുറവാണ് എങ്കിലും അത്യാവശ്യം ബ്യൂട്ടിഫുൾ തന്നെയാണത്. ആഹാ, കൊള്ളാല്ലേ. ഈ പുഴയില് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡില് ബോട്ടിങ്ങിന് വേണ്ടി ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ബോട്ട് റൈഡൊക്കെ എടുത്തിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ജീപ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ റിവർ ക്രോസിംഗ് എക്സ്പീരിയൻസ് ചെയ്തു. ഇനി പുറത്ത് നിന്നുകൊണ്ട് ഈ ജീപ്പ് റിവർ ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ച എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഡ്രൈവർ ചേട്ടൻ ജീപ്പ് റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും നമുക്ക് വേണ്ടി ഇതാ അടിപൊളി അല്ലേ. ഈ കടന്നു പോകുന്നത് നമ്മുടെ പഴയ ആലുവ മൂന്നാർ റോഡാണ്. ബ്രിട്ടീഷുകാർ പണിത ആ പാലത്തിൽ കൂടെയാണ് നമ്മൾ കടന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. പെരുമ്പാക്കുത്ത് വാട്ടർഫോൾസ്. ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അത് എടുത്തിട്ട് നമുക്ക് വാട്ടർഫോൾസിന്റെ മനോഹരമായ കാഴ്ചകൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്
ഇരുവശത്തും നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നടന്നു പോകുന്ന വഴികൾ അത്രയും അതിമനോഹരം. എന്തൊരു ഭംഗിയാലേ ഈ വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട്. ഈ പെരുമ്പാക്കുത്ത് വാട്ടർഫോൾസിൻ്റെ അതിമനോഹരമായ കാഴ്ച നമുക്ക് ഈ വ്യൂ പോയിൻ്റിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നല്ല വീതിയുള്ളൊരു വെള്ളച്ചാട്ടം, അതിൽ ഇങ്ങനെ ചെറിയ നീർച്ചാലുകൾ. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ഇത്തിരി കുറവാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ ഒരു ജൂലൈ ഓഗസ്റ്റ് ആ മാസമാണ് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക കേട്ടോ. മാങ്കുളത്തെ ഈ പ്രകൃതി ഭംഗി നമുക്ക് മുഴുവനായിട്ട് ആസ്വദിക്കാൻ ആ സമയം തന്നെയാണ് എപ്പോഴും നന്നാവുക. പഴയ ആലുവ മൂന്നാർ റോഡും ബ്രിട്ടീഷുകാരുടെ പാലവും. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇനി നമ്മൾ കടന്നു പോകുന്നത് ശേവൽക്കുടി എന്ന് പറയുന്ന ഒരു ആദിവാസി കോളനി വഴിയാണ് കേട്ടോ. ആദിവാസികളുടെ പരമ്പരാഗതമായ നെയ്ത്ത് ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇക്കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ കൊട്ട, മുറം, നാഴി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി കുവൈറ്റ് സിറ്റിയിലേക്ക് പോവാം നമുക്ക്. ഇത് മാങ്കുളത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. മാങ്കുളത്തും കുവൈറ്റ് ഉണ്ടെന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ. നമ്മുടെ ജീപ്പ് കാട് കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദിവാസികൾ ഈ കാട് കയറുന്നതിന് മുമ്പ് ഇവിടെയാണ് തൊഴുത് പ്രാർത്ഥിച്ച് തിരിയൊക്കെ വച്ചിട്ടാണ് അവർ ഈ കാട് കയറ്റം ആരംഭിക്കുക. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു ആദിവാസി കോളനിയുടെ ഇടയിൽ കൂടെയാണ്. ഇവിടെ ട്രീ ഹൗസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗങ്ങളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കടയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊന്നും ഇങ്ങനെ ഒരു ലൈഫ് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അല്ലേ. ഇവിടെയുള്ള ജനങ്ങൾ ഇതുമായിട്ടൊക്കെ എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ആ കാണുന്നതാണ് ട്രീ ഹൗസ്. കാട്ടാനകളുടെ ശല്യമൊക്കെ നല്ല രീതിയിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പുരുഷന്മാർ വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് കാട്ടിനകത്തേക്ക് പോകും. എന്നാൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിനായിട്ടുള്ള പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിറകുകൾ ശേഖരിക്കുക. അതാണ് ഇവിടുത്തെ സ്ത്രീകളുടെ മെയിൻ ജോലി. ഒരു സ്ത്രീ വിറകുമായി കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. നമ്മുടെ ജീപ്പ് കടന്നു പോകുന്നത് റോഡൊന്നുമല്ല കേട്ടോ. റോഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാട് പോലെ കല്ലും മുള്ളും ഒക്കെ ആയിട്ടുള്ള ഒരു വഴി കൂടെയാണ് നമ്മുടെ ജീപ്പ് അതിസാഹസികമായി കടന്നു പോകുന്നത്. മഴക്കാലത്ത് നമുക്ക് ഈ ക്രോസിങ് ഏരിയ ഒന്നും കാണില്ല കേട്ടോ. ഈ വെള്ളം ഇതിന് മുകളിൽ കൂടെയാണ് കടന്നു പോവുക. അപ്പം നമ്മൾ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ ജീപ്പ് ഇങ്ങനെ ഈ ഒരു ലൈൻ നോക്കി ഇങ്ങനെ കടന്നു പോകാമെന്നാണ് ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. എന്ത് സാഹസികമായ യാത്രയായിരിക്കില്ലേ. അപ്പോൾ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർ ഒരു തരത്തിലും മിസ് ചെയ്യേണ്ടാത്ത ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ മാങ്കുളം ട്രക്കിങ്. മുള്ളംപന്നി മണ്ണുകുത്തി കൂടുണ്ടാക്കിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അതിസാഹസികമായ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ വഴികൾ കണ്ടല്ലോ അല്ലേ. ഏത് സമയവും നമുക്ക് ഇവിടെ ആനയോ അങ്ങനെയുള്ള വന്യമൃഗങ്ങളെ നമ്മുടെ മുമ്പിൽ പ്രതീക്ഷിക്കാം. മുമ്പ് വന്ന ജീപ്പ് സഫാരിക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സമയമൊക്കെ ചെലവഴിച്ചിട്ടാണ് അവർ പോകുന്നത്. ഇനി വിചിത്രമായ ഒരു മരം കണ്ടോളൂ. വേരുകൊണ്ട് തടി തീർത്ത ഒരു മരം. വേരുകൾ മാത്രമാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ അകത്ത് തടിയില്ല. ഈ വേരുകൾ ഒന്നിച്ച് കൂടിച്ചേർന്നാണ് ഒരു മരമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്.
ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉൾഭാഗമൊക്കെ പൊള്ളയായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടു, തടിയില്ല, ഇത് കംപ്ലീറ്റ് വേരുകളാണ്. വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണല്ലേ ഇത്. ഇങ്ങനെ എന്തൊക്കെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് വേണ്ടി ഈ കാട് ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലേ. മൂന്നാർ മലനിരകളുടെ താഴ്വരയായ മാങ്കുളത്ത് ഒരുപാട് അരുവികളും ഇതുപോലെയുള്ള ചെക്ക് ഡാമുകളും അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും നിറയുണ്ട്. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനായ ആനക്കുളത്ത് എത്തിയിട്ടോ നമ്മളിപ്പോൾ. സന്ധ്യാസമയങ്ങളിൽ ആനക്കൂട്ടങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടുത്തെ വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുമിളകളായിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ ഒരു കാഴ്ച നമുക്ക് കാണാം. ഈ വെള്ളത്തിൽ എന്തോ കെമിക്കൽ കലർന്നിട്ടുണ്ടെന്നാണ് പറയണത്. ഇതിലെ ഈ വെള്ളം കുടിക്കാൻ ഉള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ആനക്കൂട്ടങ്ങൾ ഇത് തന്നെ സ്പോട്ട് ചെയ്ത് ഇവിടുത്തെ വെള്ളം കുടിക്കാനായിട്ട് കൂട്ടമായി ഇറങ്ങി വരുന്നത്. സാധാരണയായി എല്ലാ വൈകുന്നേരങ്ങളിലും മുടങ്ങാതെ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടത്. കൊമ്പന്മാരും കുട്ടികളും അടക്കം ഒരു കൂട്ടം തന്നെ ഉണ്ട് ഈ വെള്ളം കുടിക്കാൻ. നമുക്ക് കുറച്ച് സമയം അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഇവരുടെ കളികളും വെള്ളം കുടിക്കുന്നതും അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു അടികൂടലും ഒക്കെ കാണാൻ നല്ല രസമാണ്. 2018 പുഴ വഴിമാറി ഒഴുകി കുറേ കുടുംബങ്ങളെ എടുത്തു കൊണ്ടുപോയ സ്ഥലം. ആദിവാസി കോളനിയുമായി കണക്ട് ചെയ്യുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്, ജോർജിയാർ ഹാങ്ങിങ് ബ്രിഡ്ജ്. പ്രളയത്തിനു മുമ്പ് തടി കൊണ്ട് തീർത്ത ഒരു ഹാങ്ങിങ് ബ്രിഡ്ജായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പ്രളയത്തോടു കൂടി അതൊക്കെ നശിച്ചു പോയതിന് ശേഷം രണ്ടാമത് അവർക്ക് വേണ്ടി പണിതിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. മാങ്കുളത്തെത്തിയാൽ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പോകേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത്. വഴികളൊക്കെ കാണാൻ എന്തു രസമാണല്ലേ. അങ്ങനെ നമ്മൾ ആ മനോഹരമായ ഡെസ്റ്റിനേഷനിലെത്തി. 33 വാട്ടർഫോൾസ്. നമുക്കെന്തായാലും ഇവിടെ താഴെ കുറേ പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ പോയിട്ട് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് നോക്കാം. ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കുളിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇവിടെ വന്നപ്പോൾ ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് മാറിയ പോലെ കേട്ടോ. നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യണത്. അതുപോലെ ഈ വെള്ളമൊക്കെ വളരെ ഉയരങ്ങളിൽ ഒഴുകി വരുന്ന കാരണം നല്ല തണുത്ത് അതുപോലെ നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നിങ്ങളും മാങ്കുളം കാണാൻ പോവല്ലേ? മാങ്കുളത്തെ ഒരു 1 ഡേ ട്രിപ്പാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത്. ട്രക്കിംഗ് എല്ലാം എൻജോയ് ചെയ്ത് നമുക്ക് വൈൽഡ് സ്പ്രിംഗ് റിസോർട്ടിൽ ഒരു രാത്രി ചിലവഴിക്കാം. ഇവിടുത്തെ ക്യാമ്പ് ഫയറും ഡിന്നറും എൻജോയ് ചെയ്ത ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിക്ക് നമ്മുടെ ട്രിപ്പ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ എത്തിയാൽ നമുക്ക് ഒരു 7 ആളടങ്ങുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ ഒരാൾക്ക് വരുന്ന ചിലവ് 1700 രൂപയാണ് കേട്ടോ. യാത്രയെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.